ഹലോ, ഇന്ന് നമുക്കൊരു ടോർച്ച് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഇത് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയൊരു ടോർച്ചാണ്. ഇതിൽ ബാറ്ററിയും ചാർജറും ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ നമുക്കിതെങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാവുള്ളൂ. ഇനി ഇത് അയക്കാനായിട്ട് നമുക്കൊരു കത്തിരി ആവശ്യമുണ്ട്. കത്തിരി ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് അതിൻ്റെ അകത്ത് കാണുന്ന രണ്ട് കട്ടിങ് കാണുന്നുണ്ട്. അതിൽ വെച്ചതിന് ശേഷം കറക്കിയത് ഈസിയായിട്ട് അഴിഞ്ഞു പോരും. ഇതുപോലെ ചെയ്താൽ മതി. ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ അത് അയക്കാൻ കിട്ടും. ഇതുപോലെ അയച്ചെടുത്തതിൻ്റെ ശേഷം ഇനി ഇതിൻ്റെ പുറകിൽ നിന്ന് വരില്ല ഒന്ന് തള്ളി കൊടുത്താൽ ഇതിങ്ങനെ പൊങ്ങിപ്പോരുന്നതാണ്. ഈസിയായിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇതാണ് LED. ഇതുപോലെ ചെയ്താൽ മതി. നേരെ മേലേക്ക് വരും. ഇനി നമുക്കിതെല്ലാം ക്ലിയറാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിനകത്താണ് ഇതിൻ്റെ ബോർഡ് ഇരിക്കുന്നത്, ചാർജിങ്ങിനും അതേമാതിരി LED ബോർഡ്. ഇതുപോലെ ഒരു 3.7 വോൾട്ട് ബാറ്ററിയിലാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഒറ്റ ബാറ്ററി മതി, നല്ല ബാക്കപ്പ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാമല്ലോ. ഇതിനകത്തൊരു കമ്പി ഇതുപോലെ കാണുന്നുണ്ട്. അതിലാണ് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് ചെയ്യേണ്ടത്. നമ്മളിതിപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്, കത്തുന്നുണ്ടോ. കുഴപ്പമില്ല, ഇത് സ്വിച്ചും എല്ലാം ക്ലിയറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അയച്ച് കാണിച്ചാൽ ഇതിൻ്റെ സ്വിച്ചൊക്കെ എങ്ങനെ മാറ്റേണ്ടതെന്ന്. സ്വിച്ച് കേടായാലും കത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് സ്വിച്ച് മാറ്റേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കവറ് പതുക്കെ കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ കഴിയും. ഇളക്കണതിൻ്റെ മുമ്പ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം എടുത്ത് വെച്ച് പിന്നെ ചിലപ്പോൾ തിരിച്ച് കൊടുക്കാനും ചിലപ്പോൾ മറന്നു പോകും എങ്ങനെ എടുത്തത്. ഇവിടെ ആ കമ്പി വളഞ്ഞ കമ്പി ഇരിക്കണം. അവിടെ സോൾഡർ ചെയ്തെടുത്ത് കമ്പിമേ സോൾഡർ ചെയ്യരുത്. ആ കമ്പി സോൾഡർ ചെയ്ത സ്ഥലത്ത് തന്നെ സോൾഡർ ചെയ്യണം വയറ്. ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ച് 10 രൂപ കൊടുത്താൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇവിടെയാണ് 2 പിന്നിരിക്കുന്നത്. റീസോൾഡർ ചെയ്താൽ ഈ സ്വിച്ച് ഇങ്ങോട്ട് പോരും. എന്നിട്ട് ആ സ്വിച്ച് അതേപോലെ തന്നെ സോൾഡറും ചെയ്താൽ മതി. ഇതിൻ്റെ സ്വിച്ചിന് കുഴപ്പമൊന്നുമില്ല, അത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് തിരിച്ചടക്കാം. അടക്കുമ്പോൾ ഇതേമാതിരി നോക്കി അടക്കണം. സ്വിച്ചിൻ്റെ ഭാഗത്തേക്കുള്ള 2 കട്ടിങ് മാറ്റമുണ്ട്, അത് നോക്കി തന്നെ വെക്കണം. ശരിക്കാക്കി അടച്ചതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ടോർച്ചിൻ്റെ അകത്തേക്ക് ഇത് കയറ്റി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ചാർജറിനും സ്വിച്ചിൻ്റെയും വോൾസ് കറക്റ്റായി കിട്ടില്ല. ഇവിടെയാണ് സോൾഡർ ചെയ്യുന്നത്. ശരിക്കും വ്യക്തമായിട്ട് കാണുന്നില്ല, അപ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. ഗ്രൗണ്ട് ചെയ്യാനുള്ള വയറാണത്, ബാറ്റിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന വയറ്.
അത് മൈനസ്, മേലെ പ്ലസ് നോക്കി കൊടുക്കണം. നമുക്കറിയാലോ LED പോളാരിറ്റി ഉണ്ട്, അപ്പോൾ മാറ്റി കൊടുത്താൽ LED കത്തൂല. ഇനി നമുക്കിത് അടച്ച് വെക്കാം. വയറിങ്ങനെ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് എങ്ങനെയാണ് ഈ വയറ് കിട്ടൽ. ഇത് നമ്മുടെ ചാർജിങ് കേബിൾ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വയറ് നല്ല ക്വാളിറ്റിയുള്ള വയറാണ്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ അതിൽ ജമ്പർ വയർ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൽ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് വയറിൽ. ഇത് വേഗം ലെഡൊക്കെ പിടിക്കുന്ന വയറാണ്, നല്ല കോപ്പർ വയർ ആയതുകൊണ്ട്. സോൾഡറിങ് പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് ലേശം ആദ്യം അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് മൈനസ് പോയിൻ്റ് കൊടുക്കേണ്ടത്. മൈനസിന് ചുവപ്പ് വയറ് ഇവിടെ സോൾഡർ ചെയ്യുക. നന്നായി സോൾഡർ ചെയ്യണം, വിട്ടുപോരരുത്. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് കൊടുത്ത് സ്വിച്ച് ഓൺ ആക്കി വെക്കാം. ഓക്കെ ആണ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ബാറ്ററി എങ്ങനെ കയറ്റുന്നത് നോക്കാം. ആദ്യം വയറിതിനെ നമുക്കിതിൻ്റെ ബോർഡും സ്വിച്ചെല്ലാം ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാം. എടുത്ത മരുന്ന് കൊടുക്കണം. ആ സ്വിച്ചിൻ്റെ ഭാഗത്തൊരു ഡബ്ബർ ബുഷ് ഉണ്ടാവും, അതായത് കറക്റ്റായിട്ട് കയറ്റണം, അല്ലെങ്കിൽ സ്വിച്ച് വർക്ക് ചെയ്യില്ല. ഇതൊക്കെ സിമ്പിളാണ്, വേഗം കയറ്റാൻ കഴിയും. ഫാൻ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അയച്ചു വെച്ചാൽ ടോപ്പ് ഇടേണ്ടതുണ്ട്. അത് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് ടൈറ്റാക്കിയതിൻ്റെ ശേഷം നമുക്കിതുപോലുള്ള പ്ലെയറോ അല്ലെങ്കിൽ കത്തിരിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ടൈറ്റാക്കാവുന്നതാണ്. നല്ലോണം ടൈറ്റാക്കണം, അല്ലെങ്കിൽ LED പോയിൻ്റ് കറക്റ്റായി കിട്ടില്ല, ലൈറ്റിൻ്റെ പോയിൻ്റ്. $2000 mAh ബാറ്ററിയാണ് നല്ലത് ഇതിന് ഉപയോഗിക്കാൻ. അത് കുറഞ്ഞു പോയാൽ നമുക്ക് ബാക്കപ്പ് കുറയും. അത് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. സ്വിച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററിമ വയർ സോൾഡർ ചെയ്യേണ്ടതുണ്ട്.
ചുവപ്പ് വയർ പ്ലസ് പോയിൻറ്റിൽ സോൾഡർ ചെയ്യുക. ആദ്യം ബാറ്ററി സോൾഡർ ചെയ്യരുത്. നമ്മൾ ആ സ്വിച്ച് ബോർഡ് അതിൻ്റെ അകത്ത് കയറ്റിയതിൻ്റെ ശേഷം മാത്രമേ ബാറ്ററി സോൾഡർ ചെയ്യാവൂ. അല്ലെങ്കിൽ അത് ആ ബോർഡ് അതിനകത്തേക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കൊള്ളത്തില്ല. ഇപ്പോൾ സോൾഡറിങ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇത് ബാറ്ററിൻ്റെ ഫ്രണ്ട് വശത്ത് കൂടെ നമുക്ക് ഏതെങ്കിലും വശം മതി, 2 വശം ഉപയോഗിക്കാം. ഈ പൈപ്പ് കുഴപ്പമൊന്നുമില്ല, ഇതിൽ അകത്ത് കയറ്റി വെക്കാം ബാറ്ററി. എന്നിട്ട് വയറ് മടങ്ങാതെ നോക്കണം. വയറ് മടങ്ങിയാൽ പിരിഞ്ഞ് വയറ് ഷോർട്ടായാൽ നമുക്കറിയാമല്ലോ, ലിഥിയം അയൺ ബാറ്ററിയാണ്. പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ടായാൽ തീ പിടിക്കും, വയറ് കത്തിപ്പോവും. അതിലിട്ട് അതിൽ കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട്, നമ്മൾ സാധാ ന്യൂസ് പേപ്പർ. നല്ലവണ്ണം ന്യൂസ് പേപ്പർ ഇതിലിട്ടിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കണം, ബാറ്ററി ഇളകാൻ പാടില്ല. ഇതുപോലെ വല്ല ബാറ്ററി എന്തെങ്കിലും ഇട്ടിട്ട് പേപ്പർ നല്ലവണ്ണം ടൈറ്റാക്കി കൊടുക്കണം. ഇതുപോലെ പേപ്പർ ടൈറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് മൂടി എടുത്താൽ മതി. ഇങ്ങനെ കുലുക്കി നോക്കാം, ബാറ്ററി ഇളകാൻ പാടില്ല. ടോർച്ച് നല്ലോണം കത്തുന്നുണ്ട്. ഇനി അടുത്ത ജോലി എന്താ വെച്ചാൽ ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്ത് നോക്കാം. ഇനി ഇതുപോലൊരു ജമ്പർ വയർ, ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ജമ്പർ വയർ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അതിന് നമ്മൾ ചാർജിങ് കേബിൾ കട്ട് ചെയ്യുമ്പോൾ 2 ചുവപ്പും കറുപ്പും 2 വയർ കുറച്ച് നീളത്തിലെഴുതി നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതുപോലൊരു പിന്ന് ആവശ്യമാണ്, DC പിന്ന്, സോക്കറ്റ് പ്ലഗ് ചെയ്യാനുള്ള പിന്ന് ആവശ്യമാണ് നമുക്ക്. സാധാരണ പിന്നെ ഈ ടോർച്ചിൻ്റെ അകത്ത് കയറുന്നതുകൊണ്ട് ഈ പിന്ന് മതി. പ്ലസ്സും മൈനസും നോക്കി കൊടുക്കുക. ആ പ്ലഗ് തന്നെ അതിൻ്റെ പ്ലസ്സും മൈനസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്ലഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ചുവപ്പ് ലൈറ്റ് കത്തും. ഇത് ഫുള്ളായ നീല ലൈറ്റാണ് പ്രകാശിക്കുക. ഇപ്പോൾ ചുവപ്പാണ്.